അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായം, അതിലാദ്യത്തെ 18 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വ്യാസ ഉവാച ദൃഷ്ട്വാ തം വിസ്മിതം ദേവം ശയാനം വടപത്രകേ ഉവാച സസ്മിതം വാക്യം വിഷ്ണോ കിം വിസ്മിതോ ഹ്യസി മഹാശക്തിയാ പ്രഭാവേണ ത്വം മാം വിസ്മൃതവാൻ പുരാ പ്രഭവേ പ്രളയേ ജാതേ ഭൂത്വാ ഭൂത്വാ പുനഃ പുനഃ നിർഗുണാ സാ പരാശക്തി സഗുണസ്ത്വം തഥാപ്യഹം സാത്വകീ കില യാ ശക്തിസ്താം ശക്തിം വിദ്ധി മാമികാം ത്വന്നാഭികമലാൽ ബ്രഹ്മാ ഭവിഷ്യതി പ്രജാപതി സകർത്താ സർവലോകസ്യ രജോ ഗുണസമന്വിത സ തദാ തപ ആസ്ഥായ പ്രാപ്യ ശക്തിമനുത്തമാം രജസാ രക്തവർണ്ണഞ്ച കരിഷ്യതി ജഗത്രയം സഗുണാൻ പഞ്ചഭൂതാംശ്ച സമുത്പാദ്യ മഹാമതി ഇന്ദ്രിയാണീന്ദ്രിയേഷാംശ്ച മനഃപൂർവാൻ സമന്തത കരിഷ്യതി തതസർഗം തേന കർത്താ സ ഉച്യത്തെ വിശ്വസ്യാസ്യ മഹാഭാഗ ത്വം വൈ പാലയിതാ തഥാ തദ്ഭ്രുവോർമധ്യദേശാച്ച ക്രോധാത് രുദ്രോ ഭവിഷ്യതി തപഃ കൃത്വാ മഹാഘോരം പ്രാപ്യ ശക്തിം തു താമസീം കൽപ്പാന്തേ സോപി സംഹർത്ത ഭവിഷ്യതി മഹാമതേ തേനാഹം ത്വാമുപായാത സാത്വികീം ത്വമവേഹി മാം സ്ഥാസ്യേഹം ത്വൽസമീപസ്ഥ സദാഹം മധുസൂദന ഹൃദയേ തേ കൃതാവാസ ഭവാമി സതതം കില. വിഷ്ണുരുവാച
ശ്ലോകസ്യാർത്ഥം മയാ പൂർവം ശ്രുതം ദേവി സ്ഫുടാക്ഷരം തൽക്കേനോക്തം വരാരോഹേ രഹസ്യം പരമം ശിവം തന്മേ ബ്രൂഹി വരാരോഹേ സംശയോയം വരാനനെ നിർധനോ ഹി യഥാ ദ്രവ്യം തൽസ്മരാമി പുനഃ പുനഃ. വ്യാസ ഉവാച വിഷ്ണോസ്തദ്വചനം ശ്രുത്വാ മഹാലക്ഷ്മീ സ്മിതാനനാ ഉവാച പരയാ പ്രീത്യാ വചനം ചാരുഹാസിനി. മഹാലക്ഷ്മിരുവാച ശൃണു ശൗരേ വചോ മേദ്യ സഗുണാഹം ചതുർഭുജാ മാം ജാനാസി ന ജാനാസി നിർഗുണാം സഗുണാലയാം ത്വം ജാനീഹി മഹാഭാഗാ തയാ തത്പ്രകടീകൃതം പുണ്യം ഭാഗവതം വിദ്ധി വേദസാരം ശുഭാവഹം കൃപാം ച മഹതീം മന്യേ ദേവ്യാ ശത്രുനിഷൂദന യയാ പ്രോക്തം പരം ഗുഹ്യം ഹിതായ തവ സുവ്രത രക്ഷണീയം സദാ ചിത്തേ ന വിസ്മാര്യം കദാചന സാരം ഹി സർവശാസ്ത്രാണാം മഹാവിദ്യാ പ്രകാശിതം നാദപരം വേദിതവ്യം വർത്തത്തെ ഭുവനത്രയേ പ്രിയോസി ഖലു ദേവ്യാസ്ത്വം തേന തേ വ്യാഹൃതം വച. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 18 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം തർജ്ജമയാണ് ഇപ്പോൾ ഇവിടെ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വടപത്രേ വിസ്മിതന വിഷ്ണുവിനോടായി ദേവി ചോദിച്ചല്ലോ ഭവാനന്ദേ വിസ്മയിക്കുന്നു. സൃഷ്ടിയും നൽപ്രളയവും ഉണ്ടാകുന്ന നേരത്തെല്ലാം അങ്ങു വീണ്ടും വീണ്ടും ജന്മം എടുത്തിടുന്നു. മഹാശക്തി പ്രഭാവത്താൽ അപ്പോഴെല്ലാം മഹാവിഷ്ണു അങ്ങു എന്നെ പലവട്ടം മറന്നിടുന്നു. പരാശക്തി നിർഗുണതാൻ അവിടുന്നു സഗുണനും അതുകൊണ്ടു ഞാനും അപ്പോൾ സഗുണ തന്നെ. സാത്വികമായ യാതൊരു ശക്തിയുണ്ടോ ആ ശക്തിയെ എൻ്റെ ശക്തിയായി ഭവാൻ അറിഞ്ഞിടേണം. തവ നാഭി പത്മത്തിലായി തവ നാഭി പത്മത്തിലായി ബ്രഹ്മദേവൻ ജനിച്ചിടും. രജോ ഗുണമേറും ബ്രഹ്മൻ സൃഷ്ടികർത്താവ്. ബ്രഹ്മൻ തപം ചെയ്തു ശ്രേഷ്ഠശക്തിയെയും പ്രാപിച്ചിടും. രജസാൽ ത്രിലോകം രക്തവർണ്ണമാക്കിയിടും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ത്രിഗുണങ്ങൾക്കൊപ്പം പഞ്ചഭൂതങ്ങളെ മനസ്സിനെ ഇന്ദ്രിയത്തെ ദേവതകളെയും സൃഷ്ടിക്കും.
സർവലോകത്തിൻ്റെ രക്ഷ ഭവാൻ ചെയ്യണം. ബ്രഹ്മൻ തൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നു ക്രോധം രുദ്രനാകും. കഠിനമാം തപം ചെയ്തു ശക്തി നേടിയിടും. കൽപ്പാന്തത്തിൽ രുദ്രൻ തവ സംഹാരത്തെ നടത്തിയിടും. തവ ചാരയെത്തിയ ഞാൻ സാത്വിക ശക്തി. മധുസൂദനാം നിന്റെ ചാരത്തായി ഞാനുണ്ടാകും. തവ ഹൃത്തിൽ വസിക്കുന്നവളായിത്തീരും. അക്ഷരവ്യക്തതയുള്ള പാതിശ്ലോകം മുമ്പേ കേട്ടു. ആരുച്ചരിച്ചതാണത് പരമം ശിവം. അതാരാണെന്നു പറയൂ, സംശയമുണ്ടെനിക്കതിൽ. ദരിദ്രൻ ധനത്തെ പോലെ കാത്തിരിപ്പൂ ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിഷ്ണുവിൻ്റെ വാക്കു കേട്ടു മഹാലക്ഷ്മി പുഞ്ചിരിച്ചു. വളരെ സന്തോഷത്തോടെ ഏവം പറഞ്ഞു. മഹാവിഷ്ണു മമ വാണി ശ്രദ്ധയോടെ കേട്ടിടുക. ചതുർബാഹുരൂപത്തെ നീ കണ്ടിടുന്നല്ലോ. സഗുണമാം രൂപത്തെ നീ അറിയുന്നുണ്ടെന്നാകിലും നിർഗുണമാം രൂപം ഭവാൻ അറിയുന്നില്ല. നിർഗുണാത്മികയായുള്ള പരാശക്തി ഞാനാണല്ലോ. വേദസാരമായിട്ടുള്ള പുണ്യമേറുന്ന ശുഭപ്രദമായിട്ടുള്ള ഭാഗവത തത്വത്തിനെ വേണ്ട പോൽ പ്രകടമാക്കി എന്നറിഞ്ഞാലും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശത്രുവിനെ കൊന്നു തള്ളാൻ കഴിവുള്ള മഹാവിഷ്ണു. ദേവിയുടെ കൃപയെന്നും സീമാതീതം താൻ. അത്യന്തം രഹസ്യമായ ശ്ലോകാർത്ഥത്തെ കേൾപ്പിച്ചതും അവിടുത്തെ ഹിതത്തിനു വേണ്ടിയാണല്ലോ. ആ തത്വത്തെ സദാ നേരം മനസ്സിലായി സൂക്ഷിക്കണം. അതിനെ മറന്നിടല്ലേ ഒരു നേരത്തും. മഹാവിദ്യാസ്വരൂപിണി ദേവി പ്രകാശിപ്പിച്ചതു സർവശാസ്ത്രങ്ങളുടെയും സാരമാണത്രേ. ഇതിനേക്കാൾ കൂടുതലായി മൂന്നു ലോകത്തിലുമായി ഒന്നും തന്നെയില്ലെന്നതും അറിഞ്ഞിടുക. അവിടുന്നു ദേവിക്കെന്നും പ്രിയപ്പെട്ടവൻ തന്നെ. അതിനാൽ പരമതത്വം ഉപദേശിച്ചു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ.
സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാത്മികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 18 ശ്ലോകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം ഇവിടെ ശുകന് നൽകുന്ന ഉപദേശം വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം. ആ വടപത്രത്തിൽ വിസ്മയിച്ചു കിടക്കുന്ന ദൃഷ്ട്വാതം വിസ്മിതം ദേവം, തന്നെ കണ്ടിട്ട് വിസ്മയത്തോടുകൂടി കിടക്കുന്ന വടപത്രകേ ശയാനം ദേവം. ആ വടവൃക്ഷം അല്ലെങ്കിൽ ആ പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്ന ഭഗവാനെ കണ്ടിട്ട് ഉവാച സ്വസ്മിതം വാക്യം വിഷ്ണോ കിം വിസ്മിതോ ഹ്യസി. ദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ വിഷ്ണു, അങ്ങ് എന്താണ് വല്ലാതെ വിസ്മയിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി? മഹാശക്തിയാ പ്രഭാവേണ ത്വം മാം വിസ്മൃതവാൻ പുരാ, പ്രഭവേ പ്രളയേ ജാതേ ഭൂത്വാ ഭൂത്വാ പുനഃപുനഃ. സൃഷ്ടിയും പ്രളയവും ഉണ്ടാവുമ്പോൾ, പ്രഭവേ പ്രളയേ ജാതേ ഉണ്ടാവുന്ന സമയത്ത് അങ്ങ് വീണ്ടും വീണ്ടും ജനിക്കുന്നു. മഹാശക്തിയുടെ പ്രഭാവം കൊണ്ട് അപ്പോഴൊക്കെ അങ്ങ് എന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. നിർഗുണ സാ പരാശക്തി, ആ പരാശക്തി നിർഗുണയാണ്. സഗുണസ്ത്വം തഥാപ്യഹം, അങ്ങ് സഗുണനാണ്, അതുകൊണ്ട് ഞാനും സഗുണയാണ്. സാത്വികീ കില യാ ശക്തി താം ശക്തിം വിദ്ധി മാമികാം. സാത്വികമായ ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തി എൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കൂ. ദേവി വിഷ്ണുവിനോട് പറയുകയാണ്. പിന്നെ പറഞ്ഞു, ത്വന്നാഭികമലാൽ ബ്രഹ്മാ ഭവിഷ്യതി പ്രജാപതി. അങ്ങയുടെ നാഭീപത്മത്തിൽ നിന്ന്, ആ പൊക്കിൾക്കൊടിയിലെ താമരയിൽ നിന്ന് ബ്രഹ്മാവുണ്ടാവും, ബ്രഹ്മപ്രജാപതി. സ കർത്താ സർവലോകസ്യ രജോഗുണ സമന്വിത. രജോഗുണത്തോടുകൂടിയ, രജോഗുണ സമന്വിതനായിരിക്കുന്ന ആ ബ്രഹ്മാവ് സകല ലോകത്തിൻ്റെയും കർത്താവായിട്ട് തീരും. സ തഥാ തപാസ്ഥായ പ്രാപ്യ ശക്തിം അനുത്തമാം രജസാ രക്തവർണ്ണഞ്ച കരിഷ്യതി ജഗത്രയം. ഈ ബ്രഹ്മാവ് അതികഠിനമായിട്ടുള്ള തപസ്, അത്യുക്തമായ തപസ് ചെയ്ത് അത്യുത്തമമായിരിക്കുന്ന ശക്തി നേടും. പിന്നെ 3 ലോകങ്ങളെയും രജോഗുണം കൊണ്ട് രക്തവർണ്ണമാക്കി മാറ്റും ഈ ബ്രഹ്മാവ്. ഇപ്പം സൃഷ്ടികർത്താവ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവ്. സഗുണാൻ പഞ്ചഭൂതാംശ്ച സമുത്പാദ്യ മഹാമതി ഇന്ദ്രിയാണി ഇന്ദ്രിയേഷാംശ്ച മനഃപൂർവാൻ സമന്തത. ത്രിഗുണങ്ങളോടൊപ്പം സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇതിനോടൊപ്പം പഞ്ചഭൂതങ്ങളെയും മനസ്സിനോടൊത്ത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെയും ഒക്കെ ഈ ബ്രഹ്മാവ് സൃഷ്ടിക്കും. മഹാമതിയായ അദ്ദേഹം അതൊക്കെ സൃഷ്ടിച്ചിട്ട് കരിഷ്യതി തതസർഗം തേന കർത്താസ ഉച്യത, ഇങ്ങനെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടും. വിശ്വസ്യാസ്യ മഹാഭാഗ ത്വം വൈ പാലയിത തഥാ. അതുകൊണ്ട് അദ്ദേഹം ലോകസ്രഷ്ടാവ് എന്നറിയപ്പെടുന്നു. കർത്താസ ഉച്യതയെ. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ഈ ലോകത്തെ, അല്ലയോ മഹാവിഷ്ണു, അതിൻ്റെ രക്ഷിതാവ് അങ്ങാണ്. ത്വം വൈ പാലയിത തഥാ. എന്നിട്ടോ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ തദ് ഭ്രുവോർമധ്യദേശാച്ച, ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന്, പുരികക്കൊടിയുടെ നടുവിലുള്ള പ്രദേശം, ഇതാണ് ഭ്രൂ മധ്യം എന്ന് പറയാം. ആ 2 പുരികക്കൊടിയുടെ നടുവിൽ, അവിടെ അതിൽ നിന്ന് ക്രോധാദ്രുദ്രോ ഭവിഷ്യതി, ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്ന് രുദ്രനുണ്ടാവും. ഈ രുദ്രനോ
തപകൃത്വാ മഹാഘോരം പ്രാപ്യ ശക്തിം തു താമസീം. അതിഗംഭീരമായിട്ടുള്ള മഹത്തായ തപസ് ചെയ്ത് താമസീ ശക്തിയെ, തമോ ഗുണാധിക്യമുള്ള ശക്തിയെ നേടിയിട്ട് കൽപ്പാന്തേ സോപി സംഹർത്ത, കൽപ്പാന്തത്തിൽ ആ രുദ്രൻ ലോകത്തെ ഹനിക്കുന്നവനായി, ലോകത്തെ സംഹരിക്കുന്നവനായി മാറും. തേനാഹം ത്വാം ഉപായാത സാത്വികം തവമേഹി മാം. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് എത്തി, ഞാൻ അങ്ങയുടെ സാത്വിക ശക്തിയാണ് എന്ന് മനസ്സിലാക്കൂ. സ്ഥാസ്യേഹം ത്വത് സമീപസ്ഥ സദാഹം മധുസൂദന ഹൃദയേ തേ കൃതാവാസ ഭവാമി സതതം കില. അങ്ങയുടെ സമീപത്ത് ഞാൻ എപ്പോഴുമുണ്ട്, അങ്ങയുടെ ഹൃദയത്തിലും ഞാൻ എപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങയുടെ അകത്തും പുറത്തും ഞാനുണ്ട് എന്ന് ഭഗവതി വിഷ്ണുവിനോട് പറയുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ശ്ലോകസ്യാർത്ഥം മയാ പൂർവം ശ്രുതം ദേവി സ്ഫുടാക്ഷരം. ആ ശ്ലോകാർത്ഥത്തെ ഞാൻ കേട്ടതിനു ശേഷം, എന്താ, സർവം ഖല്വിതമേവാഹം നാന്യദസ്തി സനാതനം, ഇക്കാണായതെല്ലാം ഞാൻ തന്നെ, നിത്യമായ മറ്റൊന്നും തന്നെയില്ല എന്നുള്ള ആ ശ്ലോകാർത്ഥം കേട്ടു ഞാൻ. അത് കേട്ടപ്പോൾ ഹേ സുന്ദരി വരാരോഹേ, അതിൻ്റെ ആ രഹസ്യവും പരമവും ശിവവുമായ അത് ആര് ഉച്ചരിച്ചതാണ്? തത് കേനോക്തം. ആ ശ്ലോകാർത്ഥം ഞാൻ വളരെ സ്ഫുടമായും വളരെ വേണ്ട പോലെ ഞാൻ കേട്ടു. പക്ഷേ ആരാണത് ചൊല്ലിയത്, ആരാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. തന്മേ ബ്രൂഹി വരാരോഹേ, വീണ്ടും സുന്ദരി എന്ന് വിളിക്കുകയാണ്. സംശയോയം വരാനനെ, എൻ്റെ സംശയത്തെ തീർക്കാൻ ദേവിക്കേ പറ്റുള്ളൂ. ഞാൻ കാത്തിരിക്കുകയാണ്. നിർധനോഹി യഥാദ്രവ്യം തൽസ്മരാമി പുനഃപുന. ഒരു നിർധനൻ, ദരിദ്രൻ ധനത്തെ കാത്തിരിക്കുന്നത് പോലെ അങ്ങയുടെ ആ മറുപടിക്ക് ഞാൻ കാത്തിരിക്കണു എന്ന് പറഞ്ഞു. വേദവ്യാസം പറയുകയാണ് ശുഗനോട്, വിഷ്ണോ തദ്വചനം ശ്രുത്വാ മഹാലക്ഷ്മി സ്മിതാനന ഉവാച പരയാ പ്രീത്യ വചനം ചാരുഹാസിനി. വിഷ്ണു ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാലക്ഷ്മി പുഞ്ചിരിച്ചും കൊണ്ട്, സ്മിതാനന ചാരുഹാസിനി എന്നൊക്കെയാണ്, അത്രയും സന്തോഷത്തോടു കൂടി ആ ദേവി പറഞ്ഞു എന്നാണ്. ദേവിയുടെ മറുപടിയാണ് പിന്നീട് 5 ശ്ലോകങ്ങളിലായി നമ്മൾ കേട്ടത്. ശൃണു ശൗരേ, ഹേ വിഷ്ണു, ഞാൻ പറയുന്നത് കേൾക്കൂ. വചോമേദ്യ സഗുണാഹം ചതുർഭുജ, ഞാനിപ്പോൾ സഗുണയാണ്, 4 കൈകളുള്ളവളാണ്. അങ്ങ് കാണുന്നില്ലേ, ഈ സഗുണത്തിന് ആശ്രയമായ നിർഗുണയെ അങ്ങ് അറിയുന്നില്ല. മാം ജാനാസി ന ജാനാസി നിർഗുണാം സഗുണാലയാം ചതുർഭുജ മാം ജാനാസി. 4 കൈകൾ എന്നെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിർഗുണയായ ആ ചൈതന്യത്തെ, സഗുണത്തിന് ആശ്രയമായിരിക്കുന്ന സഗുണാലയാം നിർഗുണാം, ആ നിർഗുണയെ അങ്ങ് അറിയുന്നില്ല. ത്വം ജാനീഹി മഹാഭാഗ തയാ തൽപ്രകടീകൃതം. ആ നിർഗുണാത്മികമായ പരാശക്തിയാണ് പുണ്യം, വേദസാരം, ശുഭപ്രദം, ഭാഗവത തത്വത്തെ പ്രകടമാക്കിയത് എന്ന് മനസ്സിലാക്കൂ. പുണ്യം ഭാഗവതം വിദ്ധി വേദസാരം ശുഭാവഹം കൃപാം ച മഹതിം മന്യേ ദേവ്യ ശത്രുനിഷേധന. ശത്രുക്കളെ കൊല്ലാൻ കഴിവുള്ള അങ്ങ് ദേവിയുടെ കൃപയ്ക്ക് ഒരു അതിരില്ല, എതിരില്ല എന്നുള്ളത് മനസ്സിലാക്കൂ. അത്യന്തം രഹസ്യമായ അത് അങ്ങയുടെ ഹിതത്തിനു വേണ്ടിയാണ്. യയാപ്രോക്തം പരം ഗുഹ്യം ഹിതായ തവ സുവ്രത. എന്ത്, ആ ശ്ലോകാർത്ഥത്തെ പകർന്നു തന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു അത് അല്ലേ, സർവം ഖല്യുതമേവാഹം നാന്യദസ്തി സനാതനം. അത് അങ്ങയുടെ ഹിതത്തിനു വേണ്ടി പറഞ്ഞു തന്നതാണ്. രക്ഷണീയം സദാചിത്തെ, അതിനെ മനസ്സിലെപ്പോഴും രക്ഷിച്ചു സൂക്ഷിക്കണം. എന്നാൽ വിസ്മാര്യം കഥാചന, ഒരിക്കലും അത് മറക്കരുത്, വിസ്മരിക്കരുത്. സാരം ഹി സർവശാസ്ത്രാണാം മഹാവിദ്യ പ്രകാശി. സർവശാസ്ത്രങ്ങളുടെയും സാരമായിരിക്കുന്ന ആ മഹാവിദ്യാസ്വരൂപിണിയായ ദേവി പ്രകാശിപ്പിച്ച ആ ശ്ലോകാർത്ഥത്തെ അങ്ങ് മറക്കരുത്. എല്ലാം ആ ഭഗവതി തന്നെയാണ് എന്ന സത്യത്തെ മറക്കരുത് എന്നും അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ദേവി തുടർന്ന് പറയുകയാണ്,
നാദപരം വേദിതവ്യം വർത്തതേ ഭുവനത്രയേ പ്രിയോസി ഖലു ദേവ്യാസ്ത്വം തേനത്തെ വ്യാഹൃതം വച. ഇതിനേക്കാൾ കൂടുതലായിട്ട് അറിയാൻ ഒന്നുമില്ല. എന്താ പറഞ്ഞത്? എല്ലായിടത്തും ഈ കാണുന്നത് മുഴുവൻ ഞാനാണ്, നിത്യമായ മറ്റൊന്നും വേറെയില്ല. സത്യസ്വരൂപിണിയായ ഞാനാണ്, നിത്യസ്വരൂപിണിയായ ഞാനാണ്. സർവം ഖല്യുതമേവാഹം നാന്യതസ്തി സനാതനം. ഇതിനേക്കാൾ കൂടുതലായി അറിയാനൊന്നുമില്ല. അങ്ങ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അങ്ങക്ക് ഈ പരമമായ തത്വം ദേവി ഉപദേശിച്ചത് എന്ന് പറയുന്ന 18-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ജഗദംബിക ഭാരതമാതാവായി സ്വതന്ത്രയായി വൈദേശ ആധിപത്യത്തിൽ നിന്നും മോചിതയായതിൻ്റെ പുണ്യ ദിവസം കൂടിയാണ്. ഇത്തരുണത്തിൽ എല്ലാവർക്കും ഭാരത മാതാവിൻ്റെ പാദങ്ങളിൽ കുമ്പിട്ടുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. ഭാരത മാതാ കീ ജയ്. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.